പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നാവശ്യപ്പെട്ട് ജനകീയ അവകാശ പ്രഖ്യാപന യാത്ര നടത്തി. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിലാണ് യാത്ര നടത്തിയത്. പൂയംകുടിയിൽ ആന്റണി ജോൺ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കി ഈ റോഡിലൂടെ മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകൾ സഞ്ചരിക്കണം. അതിന് പാത തുറന്നു കിട്ടിയേ മതിയാകൂ. ജനകീയ മാർച്ച് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം.പി. പറഞ്ഞു. വർഷങ്ങളായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനായ എം.എൽ.എ. ശ്രീ ആന്റണി ജോൺ വിശദമാക്കിയതുപോലെ സർക്കാരുകൾക്ക് മുമ്പിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കാര്യങ്ങൾ ഉന്നയിച്ച് കടന്നുപോയിട്ടുണ്ട്. മുട്ടാവുന്ന മാതൃകകളെല്ലാം നമ്മൾ മുട്ടിനോക്കി. എന്നാൽ ന്യായമായ അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതിലെടുത്ത് വെച്ച് നമ്മൾ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ഇവിടെ പ്രിയങ്കരനായ ശ്രീ ഷാജി കൈകാര്യം ഉൾപ്പെടെ റോഡ് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒന്നാണ്. ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമില്ല, യാതൊരു തരത്തിലുള്ള വിഭാഗീയതയില്ല. ഈ നാടിനു വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുക. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നമ്മളിപ്പോൾ സംഘടിച്ചിരിക്കുകയും ഈ നാടിന്റെ ഇച്ഛാശക്തിയാണ് പ്രകടിപ്പിച്ചിരുന്നത്. ഈ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഏത് അധികാരവും മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാടിന്റെ ചരിത്രമാണ്. പാർലമെന്റിൽ രാജപാതയ്ക്ക് വേണ്ടി ഡീൻ കുര്യാക്കോസ് എം.പി.ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കോട്ടയം എം.പി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. പഴയ ആലുവ മൂന്നാർ റോഡ് തുറക്കുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടുന്ന പിന്തുണ നൽകുമെന്നും നിയമപോരാട്ടങ്ങൾക്ക് കോതമംഗലം അസംബ്ലിയോടൊപ്പം ഉണ്ടാകുമെന്നും മൂവാറ്റുപുഴ എം.എൽ.എ. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ പറഞ്ഞു. യോഗത്തിൽ ആന്റണി ജോൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ഈ ഒരു പാത തുറന്നാലുണ്ടാകുന്ന ഒരു വികസനം അത് നാടിന്റെ ആകെ വികസനമാണ്. യഥാർത്ഥത്തിൽ വലിയ വികസനം തുടങ്ങുന്ന നിലയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരുപാട് ഉടന്തനായകൾ ഞങ്ങൾ പല ഉന്നതതല യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വിഷയം അത് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്, അതിനകത്തേക്ക് ഈ കിടക്കാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും അത്തരം യോഗങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പുന്നേക്കാട് വരെ ഇപ്പൊ ആന എത്തിയിട്ടുണ്ട്. പുന്നേക്കാട് വരെ ആന എത്തുമ്പോൾ പിന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണെന്ന് പറയുന്നത് ഒരു മുടന്തനായമാണ്. അപ്പൊ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. ഈ വിഷയത്തിനകത്തൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട എം.പിയോടൊപ്പം ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടാകും. പാർലമെന്റിനകത്തും നിയമസഭയിലും ഒക്കെ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി തുടർന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് തീർച്ചയായിട്ടും ഒരു തുടക്കം എന്ന നിലയിൽ ഇവിടെ നമ്മൾ ഇന്ന് അത് തുടക്കം കുറിക്കുകയാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ സ്വാഗതം ആശംസിച്ചു. കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നേക്കാട്ടിൽ രാജപാതകളിലൂടെ 79കളിൽ സഞ്ചരിച്ച യാത്രയുടെ വിവരങ്ങൾ പങ്കുവച്ചു. തുടർന്ന് എം.എൽ.എമാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, സാമുദായിക സാംസ്കാരിക നേതാക്കന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഴയ ആലുവ മൂന്നാർ റോഡിൽ പൂയംകുട്ടി മുതൽ പീണ്ടിമേട് വരെ പോകുന്ന 2 കിലോമീറ്ററോളം ജനകീയ മാർച്ച് നടത്തി. Hallelujah!
വഴിതടയാൻ പോലീസും ഫോറസ്റ്റും ശ്രമിച്ചുവെങ്കിലും എംപിയും MLAയുമായുള്ള ചർച്ചയിൽ പോകാൻ അനുവദിക്കുകയായിരുന്നു. പിന്നീട് ജനങ്ങളുടെ ബാഹുല്യം കാരണം ഒന്നാം ഘട്ടം അവസാനിപ്പിച്ചു. പാത തുറന്നു കിട്ടുന്നതുവരെ ഇപ്പോൾ പ്രവർത്തിച്ചതുപോലെ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത്, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB KA, EC റോയ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടക്കൽ, CPI ലോക്കൽ സെക്രട്ടറി ഡെയ്സി ജോയ്, കേരള കോൺഗ്രസ് മാണി മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പള്ളത്ത്, ഫാദർ അരുൺ, ഷാജി പയ്യാനിക്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ എൽദോസ് ബേബി, മേരി കുര്യാക്കോസ്, ഷീല രാജീവ്, ആലി സിബി, വ്യാപാരി വ്യവസായി സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി എളൂർ, വിവിധ പള്ളികളിലെ വികാരിയച്ഛന്മാർ, മത സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ, വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ, ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ തുടങ്ങി 3000-ൽ പരം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഈ സമരത്തെ പരാജയപ്പെടുത്താൻ പല രീതിയിലുമുള്ള മാർഗങ്ങൾ നോക്കും. അപ്പോ അവരുടെ കയ്യിലേക്ക് ഒരു ആയുധം വെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഈ സമരം അവസാനിപ്പിച്ച് എങ്ങനെയാണോ ഇവിടെ വരെ എത്തിയത് അതേ നിലയിൽ തന്നെ തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനം. അത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ ഇവിടെ വരെ എത്തിയതും നമ്മുടെ തീരുമാനമായിരുന്നു. നമ്മൾ തീരുമാനിച്ചതെല്ലാം നടന്നു. ഇനി നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് തന്നെ ഇവിടെ നിന്നും ഒരാൾ പോലും ഒരസ്വാരസ്യം ഉണ്ടാക്കാതെ അഭിയുന്നതനായ പിതാവിനോടൊപ്പം ഇവിടെ നിന്നും തിരിച്ച് നടന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചു നടന്നു പോകുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പല വാഗ്ദാനങ്ങളും നമ്മളോട് പറഞ്ഞു. എന്താണ്? ആ വാഹനത്തിൽ കയറി നമുക്കൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെയും സൗജന്യം ആവശ്യമില്ല എന്ന് പറയാൻ. ഈ റോഡ് നമുക്ക് അവകാശപ്പെട്ട റോഡാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു ഫോറസ്റ്റുകാരന്റെ ഈ വാഹനത്തിലല്ല സഞ്ചരിക്കേണ്ടത്, മറിച്ച് നമ്മുടെ വാഹനത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനത്തിലൊന്നും നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.